ഹലോ. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡിൻ്റെ തേർഡ് പാർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഐയുടെ പാർട്സ് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നത്, നമ്മുടെ വിഷൻ പോസിബിൾ ആവുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടു. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഐയുടെ കുറച്ച് ഡിഫക്ട്സ് കണ്ടല്ലേ, ലൈക്ക് മയോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, പ്രസ്ബയോപ്പിയ, എങ്ങനെയാണ് എന്തൊക്കെ ലെൻസാണ് കറക്റ്റീവ് ലെൻസുകളാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടു. തേർഡ് പാർട്ടിൽ നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ പ്രിസം. ഓക്കെ, നമ്മൾ ലൈറ്റ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി എന്ത് കണ്ടായിരുന്നു? ഒരു റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബിൽ കൂടെയുള്ള റിഫ്രാക്ഷൻ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രിസത്തിൽ കൂടെ എങ്ങനെയാണ് റിഫ്രാക്ഷൻ നടക്കുന്നതെന്നാണ് നോക്കുന്നത്. ഒരു പ്രിസത്തിന് രണ്ട് ട്രയാങ്കുലർ ആയിട്ടുള്ള ഫേസുകളും അതുപോലെ തന്നെ 3 ലാറ്ററൽ റെക്റ്റാങ്കുലർ ഫേസുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലാറ്ററൽ ഫേസുകളുടെ ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ എ കാണാൻ പറ്റും, ഇതാണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റേ, ദിസ് റേ ഈസ് ദ ഇൻസിഡൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഈ പി ക്യൂ എന്ന് പറയുന്നത് 2 പിന്നുകളാണെന്ന് വിചാരിക്കുക. ആ 2 പിന്നുകളുടെ ഇമേജ് നമ്മൾ ഇപ്പുറത്തെ ഈ ഫേസിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ RS എന്ന് പറയുന്ന സ്ഥലത്താണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മളതിനെ എന്താ പറയുക, ലൈൻസ് ഒക്കെ വരച്ചു റിമൂവ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഈ പി ക്യൂ എന്ന് പറയുന്ന ഈ ഒരു റേ ആണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇത് എയർ എന്ന് പറയുന്ന മീഡിയം ആണ്. എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നും ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് റേ ഗ്ലാസ്സിലേക്ക് കടക്കുമ്പം എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. അതെങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമലിൻ്റെ അടുത്തേക്ക്. ഇതാ നമുക്ക് കാണാം, നോർമലിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തു? ലൈറ്റ് റേ ബെൻഡ് ചെയ്തു. അതിനുശേഷം അത് അടുത്ത ഫേസിലൂടെ നെക്സ്റ്റ് ഈ സൈഡിൽ കൂടെ അതെങ്ങനെയാണ് എമർജ് ചെയ്യാണ് പുറത്തേക്ക്. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിച്ച റേ ഇപ്പുറത്തെ സൈഡിൽ കൂടെ എമർജ് ചെയ്തു. ഓക്കെ, അതാണ് എമർജൻറ്റ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് വൺ ഈസ് എ ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദിസ് വൺ ഈസ് ദ എമർജൻറ്റ് റേ. അപ്പോൾ ആ 3 എണ്ണമാണ് ഇവിടെ നടന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലും ഇൻസിഡൻറ്റ് റേയുടെയും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിഫ്രാക്ഷൻ നടന്നതും റിഫ്രാക്റ്റഡ് റേയുടെയും അതുപോലെ തന്നെ നമ്മുടെ നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് എമർജ് ചെയ്യുമ്പോൾ അവിടെ ഒരു നോർമൽ ഉണ്ടാവും അല്ലേ? ആ നോർമലും എമർജൻറ്റ് റേൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ എമർജൻറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേയും എമർജൻറ്റ് റേയും ഏകദേശം ഒരേ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇത് പോസിബിൾ ആക്കുന്നത് ഈ ഒരു നമ്മളുടെ ഈ പ്രിസത്തിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഈ പ്രിസത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇങ്ങനെ ഒരു കാര്യം പോസിബിൾ ആക്കുന്നത്. എമർജൻറ്റ് റേയും അതുപോലെ ഇൻസിഡൻറ്റ് റേയും ഒരേ ഡയറക്ഷനിലാകാനായിട്ട് പോസിബിൾ ആക്കുന്നത് ഈ പ്രിസത്തിൻ്റെ സ്ട്രക്ചറാണ്. നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് റേനെയും അതുപോലെ തന്നെ എമർജൻറ്റ് റേനെയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ കിട്ടും. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്രിസത്തിൽ കൂടെ റിഫ്രാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്പേർഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ബൈ ഗ്ലാസ് പ്രിസം എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് പ്രിസം എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ വൈറ്റ് ബീം ഓഫ് ലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൽ ഇൻസിഡൻറ്റ് ചെയ്യാണ്. ആ ഗ്ലാസ് പ്രിസത്തിലേക്ക് നമ്മൾ അടിക്കുകയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്പെക്ട്രം കിട്ടും. ഇതിനെയാണ് നമ്മൾ വൈറ്റ് ലൈറ്റ് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് പ്രിസത്തിൽ കൂടെ വൈറ്റ് ലൈറ്റ് ബീം കടന്നു പോയി കഴിഞ്ഞപ്പോൾ അത് എമർജ് ചെയ്തത് എങ്ങനെയാണ്? നല്ല വിബ്ജിയോർ കളേഴ്സിലാണ് അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ കളറിലേക്ക് അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ ഒറ്റ റേ ആയി വന്ന വൈറ്റ് ലൈറ്റ് ഗ്ലാസ് പ്രിസത്തിൽ കൂടെ കടന്ന് റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്തപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് വന്നു. ഓക്കെ, കാരണം ഓരോ ലൈറ്റ് റേയും ഓരോ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ അവരെന്താണ് പല സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിഫ്രാക്ഷൻ്റെ എക്സ്റ്റൻഷൻ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ വയലറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വയലറ്റ് ആണ് കൂടുതൽ ബെൻഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നത് കമ്പയർഡ് ടു റെഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വയലറ്റ് ആണ് കൂടുതൽ ബെൻഡ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക നോക്കാം. ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളർ ഈസ് കോൾഡ് ആസ് ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കമ്പോണൻറ്റ് കളേഴ്സ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ് ഈസ് കോൾഡ് ആസ് ഡിസ്പേർഷൻ. ഓക്കെ, ഇനി എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ കളേഴ്സ് കിട്ടുന്നത്? ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോയി റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് അവിടെ കിട്ടുന്നു. ഇത് എന്തുകൊണ്ട്, എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? എല്ലാ കളേഴ്സ്, ഇപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് പറയുന്നത് പല ആംഗിളിലായിരിക്കും ഇൻസിഡൻ്റ് ആവുന്നുണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ, പ്രിസത്തിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിഫറെൻറ്റ് ആംഗിളിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ളത് ഒരു ലൈറ്റിൽ തന്നെ പല കളേഴ്സ് ഉണ്ടാവും. അവർ പല ആംഗിളിലാണ് ബെൻഡ് ചെയ്യുക. ഇൻസിഡൻ്റ് ആയിട്ടുള്ള റേയിലെ കളേഴ്സ് പല ആംഗിളിലായിരിക്കും പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ബെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിൽ റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവും വയലറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും ബെൻഡ് ചെയ്യും. അങ്ങനെ അവർ തിരിച്ച് വരുമ്പോൾ പല പാത്തിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ ഇൻസിഡൻറ്റ് റേ പല ആംഗിളിലായിരിക്കും അതിലുള്ള കമ്പോണൻസ് ബെൻഡ് ചെയ്യുന്നുണ്ടാവുക, റിഫ്രാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് പുറത്തേക്ക് വരുമ്പം പല ആംഗിളിൽ ബെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല പാത്തിലൂടെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്നത് വയലറ്റും ഏറ്റവും കുറവ് ബെൻഡ് ചെയ്യുന്നത് റെഡും ആയിരിക്കും. ദ റെഡ് ലൈറ്റ് ബെൻഡ്സ് ദ ലീസ്റ്റ് വൈൽ ദ വയലറ്റ് ദ മോസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് ന്യൂട്ടൺ ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പല കളറിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ആൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിസത്തിൽ കൂടെ എമർജ് ചെയ്യുന്ന ഈ കമ്പോണൻറ്റ് കളേഴ്സിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആൾക്ക് പ്രത്യേകിച്ച് ഒരു ഒബ്സർവേഷനും കിട്ടിയില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ഒരു പ്രിസത്തിനെ ഇൻവേർട്ടഡ് പൊസിഷനിൽ നെക്സ്റ്റ് ടു ഫസ്റ്റ് പ്രിസം വെച്ചു. ഇപ്പം നമുക്ക് ഒരു പ്രിസം ഇവിടെ ഉണ്ട്, പ്രിസം നമ്പർ 1. രണ്ടാമത്തെ ഒരു പ്രിസത്തിനെ എന്ത് ചെയ്തു, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെച്ചു. അപ്പോൾ ഫസ്റ്റ് പ്രിസത്തിൽ നിന്ന് ലൈറ്റ് റേസ് കമ്പോണൻറ്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ കളേഴ്സ് രണ്ടാമത്തെ പ്രിസത്തിൽ കൂടെ കടന്നു പോയപ്പോൾ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ന്യൂട്ടൺ എന്ത് ഒബ്സർവ് ചെയ്തു? പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുന്നതായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പോൾ എന്താണ്, രണ്ടാമതൊരു പ്രിസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കമ്പോണൻസ് ആക്കി വെച്ചാൽ രണ്ടാമത്തെ പ്രിസം ഏത് പൊസിഷനിൽ വെക്കണം? ഇൻവേർട്ടഡ് പൊസിഷനിൽ വെക്കണം അല്ലേ. അപ്പോൾ ഈ കമ്പോണൻസ് ആയിട്ട് മാറിയിട്ടുള്ള ലൈറ്റിനെ വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുന്നതായിട്ട് മനസ്സിലായി. ഇനി ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്കോപ്പ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഫസ്റ്റ് പ്രിസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വയലറ്റ് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യും, രണ്ടാമത്തത് റെഡും ആയിരിക്കും. മീൻസ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആൾ റെഡും ആയിരിക്കും. അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇവിടെ ഈ വയലറ്റ് റെഡ് എന്ന് പറയുന്നതൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എഴുതാൻ അറിയാം, ദിസ് വൺ വിൽ ബി ദ വയലറ്റ് ആൻഡ് ദിസ് ഈസ് ദ റെഡ്, റൈറ്റ്. ഇനി സെക്കൻഡ് പ്രിസം തന്നിട്ട് അതിൽ നമുക്ക് ഈ ലൈറ്റ് റേസിൻ്റെ കമ്പോണൻസ് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഫസ്റ്റിലും തന്നിട്ടില്ല, സെക്കൻഡിലും തന്നിട്ടില്ല. സോ വി ഹാവ് ടു മാർക്ക് വിച്ച് വൺ ഈസ് വിച്ച്. ഓക്കെ, ഇൻവേർട്ടഡ് പൊസിഷൻ ആണെങ്കിൽ ഇവിടെ വയലറ്റും ഇവിടെ റെഡും ആയിരിക്കണം എന്ന് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ റെഡ് ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ രണ്ടും ഇങ്ങനെ തരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇൻ കേസ് അവിടെ ഈ ഏത് റേ ആണ് റെഡ്, ഏതാണ് വയലറ്റ് എന്ന് തിരിച്ചറിയാനുള്ളൊരു അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എനി ലൈറ്റ് ദാറ്റ് ഗിവ്സ് എ സ്പെക്ട്രം സിമിലർ ടു ദാറ്റ് ഓഫ് സൺലൈറ്റ് ഈസ് ഓഫൻ റെഫർഡ് ടു ആസ് വൈറ്റ് ലൈറ്റ്. അപ്പോൾ ഏത് ലൈറ്റ് സൺലൈറ്റിനോട് സിമിലർ ആയിട്ടുള്ള സ്പെക്ട്രം തരുന്ന ഏത് ലൈറ്റിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? വൈറ്റ് ലൈറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി അടുത്തൊരു പ്രോസസ്സ് വണ്ടർഫുൾ ആയിട്ടുള്ള നേച്ചറിൽ നടക്കുന്ന ഒരു വണ്ടർഫുൾ ഫിനോമിനയാണ് അല്ല റെയിൻബോ എന്ന് പറയുന്നത്. മഴവില്ല് കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതിപ്പോൾ ഒരു സോപ്പ് പതയിൽ കാണുന്ന മഴവില്ലാണെങ്കിൽ കൂടെ ഭയങ്കര ഐ പ്ലീസിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ ഇത്. അപ്പോൾ റെയിൻബോ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്പെക്ട്രമാണ്. ഓക്കെ, ഒരു മഴയ്ക്കൊക്കെ ശേഷം, ഒരു റെയിൻ ഷവറിനൊക്കെ ശേഷം നമ്മുടെ ആകാശത്ത് ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ സ്പെക്ട്രമാണ് എന്തെന്ന് പറയുന്നത്, റെയിൻബോ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാരണം നടക്കുന്നതാണ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് കളേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഡിസ്പേർഷൻ എന്ന് പറയുന്ന സെയിം ഫിനോമിനൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആകാശത്ത് നാച്ചുറലി നടക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഫിനോമിനൻ ആണ് റെയിൻബോ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആരാണ് ലൈറ്റ് ആയിട്ട്? സൺലൈറ്റ് ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഉണ്ടാവും, ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും മഴയ്ക്ക് ശേഷം.
അവർ ചെറിയ കുട്ടി പ്രിസങ്ങളായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, പ്രിസമാണ് നമ്മളെ വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കമ്പോണൻറ്റ് കളേഴ്സ് ആക്കിയത് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മഴയ്ക്ക് ശേഷം അറ്റ്മോസ്ഫിയറിലുള്ള കുഞ്ഞു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒരു കുഞ്ഞു പ്രിസങ്ങളായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അവരെന്ത് ചെയ്യും, എന്നിട്ട് അവർ റിഫ്രാക്റ്റ് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്യും. എന്തിനെ, അതിൽ ഇൻസിഡൻ്റ് ആവുന്ന സൺലൈറ്റിനെ അവർ ആദ്യം റിഫ്രാക്റ്റ് ചെയ്യും, പിന്നെ അതിനെ ഡിസ്പേഴ്സ് ചെയ്യും. റിഫ്ലക്ഷനും നടക്കും. ഇന്റേണലി ആ റേസ് റിഫ്ലക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യും. ഫൈനലി റിഫ്രാക്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, പുറത്തേക്ക് കടന്നു പോകും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ വെച്ചിട്ട് റിഫ്രാക്ഷനും ഡിസ്പേർഷനും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും റിഫ്രാക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കുന്നു, ഇവിടെ ഒരു റിഫ്രാക്ഷനും അതുപോലെ തന്നെ ഡിസ്പേർഷനും നടക്കുന്നു. ഇവിടെ വെച്ചിട്ട് ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ലൈറ്റ് റേസ് എല്ലാം പുറത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ റെയിൻബോ എന്ന് പറയുന്ന ഫിനോമിനൻ. ഇനി റെയിൻബോ നടക്കുക അല്ലെങ്കിൽ റെയിൻബോ നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്, അല്ലെങ്കിൽ സൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് റെയിൻബോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഈ ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് കഴിയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ NCERT സൊല്യൂഷൻസ് നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ യുവർ സജഷൻസ് നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.